ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആരോടെങ്കിലും പ്രണയമുണ്ട്, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ലവ് ഓറക്കിൾ കാർഡിനോട് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കാർഡ് നമ്മൾ എടുത്തു വെച്ചു. നിങ്ങൾ ആ പ്രണയം ആഗ്രഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോടൊപ്പം ചിലപ്പോൾ ഇപ്പോൾ ഉള്ള വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തിയെ പ്രണയത്തിന് എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ പറയുന്ന പ്രണയത്തിന്, അതാണ് നമ്മുടെ സെക്കൻഡ് കാർഡ്. രണ്ട് ലവ് ഓറക്കിൾ കാർഡ് വഴിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇനി ഫസ്റ്റ് കാർഡ് എടുത്തു നോക്കാം. ഹാർട്ട് ടു ഹാർട്ട് കോൺവേഴ്സേഷൻ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയം, നിങ്ങൾ തേടുന്ന പ്രണയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ പ്രണയത്തിൽ നിങ്ങളോട് ഹൃദയത്തിൽ നിന്നും സംസാരിക്കുവാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വരുമെന്നുള്ളതാണ് നമുക്ക് ഓറക്കിൾ കാർഡ് കാണിച്ചു തരുന്നത്. ഇനി സെക്കൻഡ് കാർഡ്, നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയത്തെ കാണുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷൻ എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്നർ ഈസ് ഓൺ ദ ഹൊറിസൺ എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയത്. അതായത് സെപ്പറേഷൻ, ആ വ്യക്തി നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രണയം പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഈ ഒരു പ്രണയം മുന്നോട്ട് നല്ല രീതിയിൽ പോകുമോ, ഇത് വിശ്വസിക്കാവുന്നതാണോ, ഇതിൽ എന്തെങ്കിലും സെപ്പറേഷൻ വരുമോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ അതിനാണ് ഫസ്റ്റ് കാർഡ്, ഹാർട്ട് ടു ഹാർട്ട് കോൺവേഴ്സേഷൻ. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രണയത്തിലായാലും അത് വേണം. അത് ഇല്ലാത്ത പക്ഷം അതൊരു സെപ്പറേഷനിലേക്ക് പോകാം എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾ എക്സിനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവേഴ്സേഷൻ നടക്കാത്തതാണ് ആ ബന്ധം പിരിയുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പ്രണയകാലം ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള റീഡിംഗ്, ടാരറ്റ് കാർഡിലോ ഓറക്കിൾ കാർഡിലോ നിങ്ങളുടെ ലവ് റീഡിംഗ്, റിലേഷൻഷിപ്പ് റീഡിംഗ്, മറ്റു തരത്തിലുള്ള റീഡിംഗ് വേണമെങ്കിൽ നമ്മളത് ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലോങ് ഫ്യൂച്ചറൊക്കെയാണ് റിലേഷൻഷിപ്പിൽ അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്ട്രോളജി വഴിയാണ് നോക്കി തരുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തോ നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ആരോ അതിന് പുറകിൽ തേർഡ് പാർട്ടി ആരോ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെല്ലാം പ്രശ്നപരിഹാരം നമ്മൾ അസ്ട്രോളജി വഴി ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രണയം കൂടുതൽ ശക്തവും ദൃഢവുമാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജിയിൽ, നിങ്ങളുടെ എലിമെൻ്റ് എനർജിയിൽ നിങ്ങൾക്ക് നമ്മൾ അത് ഒരുക്കി ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്. ലവ് മാഗ്നറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ക്രിസ്റ്റൽസും പിരമിഡ്സും എല്ലാം. ഇത്തരത്തിലുള്ള എന്ത് സേവനങ്ങൾ വേണമെങ്കിലും വാട്സപ്പിൽ ഇപ്പോൾ തന്നെ ഓർഡർ നൽകുക. ഇനി നിങ്ങൾക്ക് ടാരറ്റ് റീഡിങ്ങോ ആസ്ട്രോളജി ആണോ വേണ്ടതെങ്കിൽ അതിനുള്ള ടൈം സ്ലോട്ടും നിങ്ങൾ വാട്സപ്പ് വഴി എടുക്കുക. താങ്ക് യു ഓൾ.